ഹരി ഓം. ദശകം 17, ശ്ലോകം 3. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഖതഃ സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. പദങ്ങളെ പിരിച്ചു നോക്കാം. ത്വത് മോഹിതേ, ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഹ ഗതഃ നിജ അംബാം. ദൂരം ദുരുക്തി നിഹത സഹ ഗതഃ എന്നുള്ളത് ഗതോ നിജാംബാം. ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാ അപി സ്വകർമ്മ ഗതി സന്തരണായ പുംസാം. സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത് പാദം ഏവ ശരണം ശിശവേ ശശംസ. ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. ദൂരം ദുരുക്തി നിഹതഃ സഹ. ദൂരം ദുരുക്തി നിഹതഃ സഹ എന്നുവെച്ചാൽ ആ കലശലായ ശകാര വാക്കുകളാൽ നന്നെ സങ്കടപ്പെട്ട അവൻ എന്ന് പറഞ്ഞാൽ ആ ധ്രുവകുമാരൻ. അപ്പം മറ്റേ ആ അമ്മയുടെ ശകാര വാക്കുകൾ കേട്ടിട്ട് മറ്റേ അമ്മ എന്ന് പറയുന്നത് സുരുചി, രണ്ടുപേരെ അമ്മ എന്ന് തന്നെയാണ് ഇവർ സംബോധന ചെയ്യുന്നത്. അപ്പോൾ ആ സുരുചിയുടെ ആ കലശലായിട്ടുള്ള ശകാര വാക്കുകൾ കേട്ട് സങ്കടപ്പെട്ടവനായിട്ട് അവൻ ആ ധ്രുവകുമാരൻ ത്വന്മോഹിതേ ദാരവശ്യേ പിതരി പശ്യതി സതി. അല്ലയോ ഭഗവാനെ, അങ്ങയാൽ മോഹിക്കപ്പെട്ടവനായിട്ട് ഭാര്യയ്ക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കേ നിജാംബാം ഗതഃ. നിജ അംബാം, തൻ്റെ തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി കരഞ്ഞും കൊണ്ട്. അച്ഛൻ എന്നെ മടിയിലിരുത്തുന്നില്ല എന്ന് വെച്ചാൽ അവൻ മടിയിലിരിക്കാൻ പോയപ്പോൾ ഒന്നുമില്ലെങ്കിലും അച്ഛൻ അവനിരുന്നോട്ടെ എന്ന് പറഞ്ഞു പോലുമില്ല. അമ്മ ശകാരിച്ചപ്പോഴും ആ ഉത്താനപാതൻ ഒരക്ഷരം മിണ്ടാതെ ആ ഭാര്യയ്ക്ക് അടിമപ്പെട്ട് നിൽക്കുന്നവനായതുകൊണ്ട് തൻ്റെ മകൻ മടിയിലിരിക്കാൻ ചെന്നിട്ട് അവനെ ഇരുത്താതെ ഇരുന്നപ്പോൾ ആ കുട്ടിക്ക് അത്രത്തോളം സങ്കടം വന്നിട്ട് അവൻ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. അപ്പാടെ ശരണം അതല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. സാ അഭിപുംസാം സ്വകർമ്മഗതി സന്തരണായ ശരണം ത്വത് പാദം ഏവ ശിശവേ ശശംസ. അപ്പോൾ സാ അഭി, അവളും എന്ന് വെച്ചാൽ ആ സുനീതിയും സാ അഭി പുംസാം സ്വകർമ്മഗതി സംതരണായ മനുഷ്യർക്ക് അവരവരുടെ ആ കർമ്മഗതിയിൽ നിന്ന് കരയേറുവാനായിട്ട് ശരണം ത്വത്പാദം രക്ഷാസ്ഥാനമായിട്ട് ഭവിക്കുന്നത് നിന്തിരുപടി മാത്രമാണ് എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തു. അപ്പം അവൾക്ക് ആ സുനീതിക്ക് നല്ല ഭക്തിയുണ്ടായിരുന്ന സ്ത്രീ ആയതുകൊണ്ട് അവൾ ആ കുശുമ്പ് കാണിച്ചില്ല. ആ കുട്ടിക്ക് ചീത്തയൊന്നും പറഞ്ഞു കൊടുത്തില്ല. സാരമില്ല മകനേ, നീ ഭഗവാനെ പ്രാർത്ഥിക്കൂ. ആ ഭവിക്കുന്നത് ആ നിന്തിരുവടി തന്നെയാണ്, ആ ഭഗവാൻ തന്നെയാണ് എന്ന് ആ കുട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ആരെങ്കിലും ആണെങ്കിൽ എന്ത് പറയും, നീയും കയറിയിരുന്നോ, കുഴപ്പമൊന്നുമില്ല, അവനും മറ്റവനോട് വേണമെങ്കിൽ 2 അടിയും കൂടെ കൊടുക്കാൻ പറയും. പക്ഷേ ഈ സ്ത്രീ അങ്ങനല്ല ചെയ്തത്. നമ്മുടെ രക്ഷാസ്ഥാനമായിട്ടിരിക്കുന്നത് ആ ഭഗവാൻ മാത്രമാണ് എന്ന്
ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് ഏറ്റവും വിഷമമായിട്ട് തീർന്നത് ആ ഉത്താനപാദൻ്റെ അച്ഛൻ്റെ ആ നിസ്സഹായത കാട്ടിയതാണ് കൂടുതൽ വിഷമിപ്പിച്ചത്. അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമമാണ് അവനെ കൂടുതൽ സങ്കടപ്പെടുത്തിയത്. അപ്പോൾ ആ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ആ ധ്രുവനെ സുരുചി മോശമായിട്ട്, ഭയങ്കര മോശമായിട്ട് അധിക്ഷേപിച്ചിട്ടും ആ മായാമോഹത്താലാണ് ആ ശ്രീജിതനായിത്തീർന്ന രാജാവ് സുരുചിയെ ഭയന്നിട്ടൊന്നും മിണ്ടാതിരുന്നതേ ഉള്ളൂ. ആ ധ്രുവനാകട്ടെ തൻ്റെ അമ്മയുടെ സമീപത്തേക്ക് സങ്കടത്തോടെ കരഞ്ഞും കൊണ്ട് ഓടിച്ചെന്നു. നമ്മുടെ കർമ്മഫലമായി ഉണ്ടാകുന്ന ആ ഭാഗ്യഹീനതയുടെ നിവാരണത്തിന് ഭഗവാനെ ഭജിക്കുക മാത്രമാണ് ഏകമാർഗമെന്ന് ആ അമ്മ അപ്പോൾ മകന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ.